ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാബുദാന ഖീർ ആണ്. ഇന്ന് നവരാത്രിയുടെ 8ാം ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നവരാത്രി സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. നവരാത്രിയുടെ ഒരു സമയത്തൊക്കെ പ്രധാനമായിട്ടും തയ്യാറാക്കുന്ന വിഭവങ്ങളിൽ, അതായത് സ്വീറ്റ്സിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇനി നമുക്കത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരളവിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാനായി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈവച്ച് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ പകുതി ഇങ്ങനെ ഒരു തരി പോലെ പൊടിഞ്ഞു പോകും കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം. അധിക സമയം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ഇത് തയ്യാറാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും കേട്ടോ. ഇനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നട്ട്സും അതുപോലെ പിസ്തയും ബദാമും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കൊരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സാബുദാന ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ചവ്വരിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഒത്തിരി സമയമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് കുറുകിപ്പോവും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചൂടിലിരുന്ന് തന്നെ വീണ്ടും ഇതൊന്നുകൂടി കുറുകി വരും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന ഖീർ തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി നവരാത്രി. താങ്ക്സ് ഫോർ വാച്ചിങ്.